പെട്ടെന്ന് ആ ടൈമിൽ പവർ ഓഫായി. അപ്പോൾ ഞാൻ പറയണമെങ്കിൽ ആൾ റീഡ് ചെയ്തു ആ ഒരു കാര്യം, ഒരു കോൺസെപ്റ്റ് എന്തായിക്കോട്ടെ, ഒരു കോൺസെപ്റ്റ് ജസ്റ്റ് ഒരു ന്യൂറോ സയൻസിനെ കുറിച്ചിട്ട് എന്തായിക്കോട്ടെ, ജസ്റ്റ് എക്സാമ്പിളാണ്. അല്ല ഇപ്പോൾ എലോൺ മസ്കിനെ വേണമെന്നില്ല, എന്ത് എക്സാമ്പിൾ കൊടുക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ ആ റീഡ് ചെയ്യുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യുന്നു അറിയാം, ആൾ ഇമാജിൻ ചെയ്ത് ഇത് സെയിം ആക്ടിവിറ്റി, ഫോണൊരു കയ്യിൽ, മ്യൂസിക് ഉണ്ട്, മ്യൂസിക് പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്, മൂവ്മെൻ്റ് ഉണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നു. ടു ഇമാജിൻ ലൈക്ക് നമ്മൾ ഇമാജിൻ ചെയ്യാണ്, അയാൾ ഇമാജിൻ ചെയ്യാണ്, എലോൺ മസ്ക് ഇമാജിൻ ചെയ്യാണ് ഞാൻ ആക്ച്വലി ഈ ന്യൂറോ സയൻസ് റിയൽ ലൈഫിൽ അതെങ്ങനെ അപ്ലൈ ചെയ്യും, അയാളെങ്ങനെ റിയൽ ലൈഫിൽ ആ ന്യൂറോ സയൻസ് അപ്ലൈ ചെയ്യും. ദിസ് കൈഫ് ഞാൻ വായിച്ചൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അതെൻ്റെ ലിംബിക് സിസ്റ്റമാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അപ്പോൾ ഒരു കോൺസെപ്റ്റാണ് അമിഗ്ഡാല ഈസ് വെരി ആക്റ്റീവ് ഇൻ ടീനേജ് ടൈം. സോ ഞാൻ ഇമാജിൻ ചെയ്യുമ്പോൾ അമിഗ്ഡാല ഈസ് വെരി ആക്റ്റീവ് ഇൻ ടീനേജ് ടൈം. സോ ഞാൻ ആക്ച്വലി ഗിവ് എ പിക്ചർ ടു അമിഗ്ഡാല. വാട്ട് ഈസ് സോ ഞാൻ ബ്രെയിൻ സ്ട്രക്ചറിൽ ഒരു പിക്ചർ അമിഗ്ഡാലയ്ക്ക് കൊടുക്കുകയാണ്. ആ അമിഗ്ഡാലയുടെ പിക്ചർ ഞാൻ ബ്രെയിനിൽ ഇമാജിൻ ചെയ്തിട്ട് അത് ഇറ്റ്സ് വെരി ആക്റ്റീവ് എന്ന് ചിന്തിക്കുകയാണ്. ആക്റ്റീവ് എന്ന് പറയുമ്പോൾ ഒരു മോട്ടർ പോലെ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഒരു ഇമാജിനേഷൻ. സോ ഐൻസ്റ്റീൻ ടോൾഡ് ദാറ്റ് നോളജ് ഈസ് ബട്ട് ഇൻ്റലിജൻസ് ഈസ് നോട്ട് നോളജ് ബട്ട് ഇമാജിനേഷൻ എന്ന് പറഞ്ഞിട്ട് ഐൻസ്റ്റീൻ നിർത്തി. അവിടെ തന്നെ നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റും എന്താണെന്ന്. സോ ദാറ്റ്സ് ഐ എം സെയിങ് ഇമാജിനേഷൻ. വെൻ ഹി took that imagination, അതായത് ഐൻസ്റ്റീൻ എലോൺ മസ്ക് ചിന്തിക്കുകയാണ്, ദിസ് കൈൻഡ് ഓഫ് തിങ്. ലൈക്ക് ഞാൻ പറഞ്ഞാൽ അമിഗ്ഡാല എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ബ്രെയിൻ്റെ പാർട്ടാണ്, അത് ഒരു മോട്ടർ പോലെ ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മളാ ഒരു കോൺസെപ്റ്റ് ഇമാജിൻ ചെയ്തിട്ട് അത് കൊണ്ടുവരികയാണ്, ദാറ്റ്സ് എക്സാമ്പിൾ. അപ്പോൾ അതാണ് ആ ഒരു മൂന്നാമത്തെ കാര്യം കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മൂന്ന് കാര്യമാണ് ഞാൻ പറഞ്ഞത്, 3 കോൺസെപ്റ്റ്. ഫസ്റ്റ് തിങ് ഈസ് ആക്ച്വലി ഹൗ ടു സ്റ്റഡി. പക്ഷേ അതിൽ തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് എനിക്ക്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ ഇപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്തുള്ളൊരു കാര്യമാണ്, എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യമാണ് ഞാൻ പറയുകയാണെങ്കിൽ. ഇപ്പോൾ നിങ്ങൾ ആക്ച്വലി എന്തെങ്കിലുമൊക്കെ ഒരു ഗ്രാറ്റിഫിക്കേഷൻ കൊടുക്കുകയാണ്, റിവാർഡ് ഇപ്പോൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആക്ച്വലി ഒരു ഫ്ലോ കിട്ടും, പഠിക്കാൻ നല്ല ഫ്ലോ കിട്ടും. അതിനെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ആക്ച്വലി എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ആക്ച്വലി എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യുക. ലൈക്ക് നിങ്ങളിപ്പോൾ ഒരു ഗെയിം കളിക്കുകയാണ്, ആ ഗെയിമിൽ നിങ്ങൾ ആ ഒരു ഗെയിം ജയിക്കുക, ഓക്കെ, എന്ത് വില കൊടുത്തിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ആക്ച്വലി ഒരു ഫുട്ബോൾ മത്സരമാണെങ്കിൽ നിങ്ങളൊരു ഡോപ്പമൈൻ ഫ്ലോ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കി വെക്കുക. ലൈക്ക് ഒരു അച്ചീവ്മെൻറ്റ് വേ നിങ്ങൾ ആക്ച്വലി ഒരു പ്രോബ്ലം സോൾവ് ചെയ്തു. നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണം, നിങ്ങൾ റുബിക്സ് ക്യൂബ് ഒരുപാട് നേരെ എടുത്തിട്ട് സോൾവ് ചെയ്തു. അപ്പോൾ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, ഞാനൊരു സ്മാർട്ടായ ചെക്കനാണെന്ന്. സോ ഈ സമയത്ത് നിങ്ങൾ ആക്ച്വലി പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡോപ്പമൈൻ ഞങ്ങളുടെ ഒരു ഫ്യൂവലായിട്ട് വർക്ക് ചെയ്യും, ഒരു ഇന്ധനമായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ ഫ്ലോ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒഴുക്കിൽ നമുക്ക് എത്ര പഠിച്ചാലും ഇഷ്ടം പോലെ നമുക്ക് പഠിക്കുന്ന വീണ്ടും ആഗ്രഹം തോന്നുക. ഇതിനാണ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലോ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും, നല്ല രീതിക്ക് നമുക്ക് നല്ല രീതിക്ക് മെമ്മറിയിൽ അത് സ്റ്റിക്ക് ചെയ്ത് വെക്കും നമ്മൾ പഠിച്ച കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. സോ ഈ ഒരു കാര്യം കൊണ്ട് ഓക്കെ. അപ്പോൾ ഫ്ലോ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം ഡോപ്പമിനേറ്റ് സോഴ്സ് ബ്രെയിൻ ഒരിക്കലും ഞാൻ പറയുകയാണെങ്കിൽ, നീ ഇപ്പോൾ ഇത്ര പഠിച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനായിട്ട് നിങ്ങൾക്ക് ഒരു അടിപൊളി സിനിമ കാണാൻ ഇതുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രെയിൻ ഒരിക്കലും സിനിമനെ എല്ലാവരും ബ്രെയിൻ അതേപോലെ വർക്ക് ചെയ്യില്ല. അപ്പോൾ ബ്രെയിൻ ഒരിക്കലും അങ്ങനെ ഇമാജിനേഷന് ഇപ്പോൾ പുറകെ പോകില്ല. ലൈക്ക് ചിലർ അത് വർക്ക് ചെയ്യുമായിരിക്കും, ലൈക്ക് ബ്രെയിൻ അങ്ങനെ ചിന്തിക്കുമായിരിക്കും, ലൈക്ക് ഇത് ഞാൻ പഠിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി എന്ത് കിട്ടും, ആ സിനിമ കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ ബ്രെയിൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കില്ല. ഓക്കെ, ലൈക്ക് അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഒരു പോസിബിലിറ്റി കാണുന്നില്ല. ഇൻസ്റ്റെഡ് ഓഫ് നിങ്ങൾ ആക്ച്വലി എന്ത് ചെയ്യാണ്, ആ സിനിമ കണ്ടുകൊണ്ടിരുന്നിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് ആ സിനിമ കൊണ്ട് നിങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് കിട്ടുമല്ലേ, അത് നിങ്ങൾ നേരെ കേട്ടോ ഈ പറയുന്ന ഭാഗം. നിങ്ങൾ ആ ഒരു സിനിമ കണ്ടു, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞു, ഇപ്പോൾ ഈ സിനിമ ഇറങ്ങിപ്പോൾ എനിക്കറിയില്ല, നമുക്ക് അതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. ഒരു സിനിമ ഇറങ്ങി വിചാരിക്കുക നിങ്ങളിപ്പോൾ. ഇപ്പോൾ ആ ഒരു സിനിമ പെട്ടെന്ന് ഓർമ്മയിട്ടാത്തതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ ആ ഒരു സിനിമ നിങ്ങൾ ആദ്യം കാണുക. ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് ആ സിനിമ നല്ല പടം ആയിക്കോട്ടെ ആണെന്ന് ഞാൻ വിചാരിക്കും, നല്ലൊരു പടം കേട്ടോ അത്. ആ സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നല്ല അടിപൊളി ഫീലിംഗ് കിട്ടി, അതാണ് ഡോപ്പമൈൻ. ആ സിനിമ കണ്ടിട്ട് ത്രില്ലുണ്ടാവും. ആ ത്രില്ലിൻ്റെ ടൈമിലാണ് പഠിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് പഠിക്കരുത്. നിങ്ങൾക്ക് സിനിമ കഴിഞ്ഞിട്ട് ആ തിയേറ്ററിൽ നിൽക്കുമ്പോൾ വലിയ ഫീലിംഗ് ഇല്ലേ, അതുപോലെ നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പം ഒരു കൈൻഡ് ഓഫ് ഇമോഷൻ നമ്മുടെ ഉള്ളിൽ പോകും, എന്തൊരു അടിപൊളി പടം വച്ച അതേപോലൊരു ഫീലിംഗ് ഉണ്ടാവും. ആ ഒരു ടൈമിലാണ് നമ്മൾ പോയി പഠിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഒരു മ്യൂസിക് കേട്ടിട്ട് നമുക്ക് ആ ഒരു കേട്ട സമയത്ത് കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഫീൽ ഉണ്ടാവില്ലേ, വീണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു അഡിക്ഷനായി മാറും. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളത് കേട്ടിട്ട് നമുക്കൊരു ഫീൽ വരും. ജസ്റ്റ് ലൈക്ക്
ആ ഒരു ടൈമിലാണ് നമ്മൾ പോയിട്ട് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പഠിക്കാനിരിക്കേണ്ടത്. ആ സമയത്ത് നമുക്ക് ഡോപ്പമിൻ ഫ്ലോ ഉണ്ടാവും. ഈ ഫ്ലോ ഉള്ള ടൈമിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പോയി പഠിക്കാൻ ശ്രമിക്കേണ്ടത്. ഈ സമയത്ത് നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു ഡോപ്പമിനുള്ള സമയത്ത് നമ്മുടെ പ്രൈമറി ബ്രെയിനിൽ ഡോപ്പമിൻ കൂടിയ സമയം ഉണ്ടാവും. സോ ഈ സമയത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക, കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടും കൂടുതലായിട്ട് പഠിക്കാനുള്ള സാധനം. അതായത് ഞാൻ പറഞ്ഞാൽ നമുക്ക് പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഇറിറ്റേഷനും നമ്മളത് പഠിക്കേണ്ടെന്നൊക്കെ ഫീൽ ചെയ്യാണ്, പഠിക്കാനായിട്ട് ഒരു മൂഡ് തോന്നുന്നില്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു അടിപൊളി സിനിമ കാണുക, എന്നിട്ട് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു അടിപൊളി കേൾക്കാത്തൊരു പാട്ട് കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫറൻ്റ് ആയിട്ട് നിങ്ങളെ ഹാപ്പി ആക്കുന്ന ഒരു കാര്യം ചെയ്യുക. ഒരു അടിപൊളി ഫുഡ് പോയി മന്തിയൊക്കെ കഴിക്കുക. ആ മന്തി കഴിച്ചിട്ട് ഒരു ഇതില്ലേ, ഒരു ഏമ്പക്കം വിടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യില്ല. ആ ഒരു സമയത്താണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഡോപ്പമിൻ നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്താണ് നിങ്ങൾ ആ ഒരു മോട്ടിവേഷൻ ബേസ്ഡ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. നാച്ചുറലായിട്ട് ആ പഠിക്കുന്ന സമയം, ആ ഒരു ഡോപ്പമിനുള്ള സമയത്ത് നിങ്ങൾക്ക് ആ ഡോപ്പമിൻ ഉള്ളിലുള്ള സമയത്ത് നിങ്ങൾക്ക് കൈൻഡ് ഓഫ് എനർജി, ഒരു കൈൻഡ് ഓഫ് മോട്ടിവേഷൻ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവും. നോർമലി നമ്മളെല്ലാവരും നടക്കുന്നു, ഇരിക്കുന്നു, അപ്പോൾ നമുക്കൊരു വലിയൊരു പഠിക്കൂല നമ്മൾ. കാരണം നമുക്ക് എന്തില്ല, കംഫേർട്ടില്ല. കംഫേർട്ടിൽ നമുക്കൊരു കൈൻഡ് ഓഫ് എനർജി നമ്മുടെ ഉള്ളിലില്ല, ഒരു കൈൻഡ് ഓഫ് ഫീലിംഗ് ഇല്ല. പക്ഷേ ആ സമയത്ത് നമ്മൾ എന്താ ഒരു സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ മന്തി കഴിച്ചിട്ടോ അതിന് ശേഷം ബ്രെയിനിൻ്റെ റൂള് പ്രകാരം റിവാർഡ് ലെറ്റർ അല്ല, നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് റിവാർഡ് ലെറ്റർ കൊടുത്താൽ അത് ജസ്റ്റ് നമ്മൾ ഗ്രാറ്റിഫിക്കേഷൻ ഡിലേ ചെയ്യും. പക്ഷേ എൻ്റെ ഒരു തിയറി പ്രകാരം ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ആക്ച്വലി ബ്രെയിനിന് ഇപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു റിവാർഡ് കൊടുക്കുക, ശേഷം നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ കയറും, ആ ഒരു മെൻ്റൽ സ്റ്റേറ്റിൽ കയറും. നിങ്ങൾ ഇപ്പോൾ പഠിക്കുകയാണെങ്കിൽ ദിസ് ടൈം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഗുഡായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ 3 കോൺസെപ്റ്റ് പറഞ്ഞു. ഒന്നാമത്തെ ഞാൻ പഠനത്തെക്കുറിച്ചാണ്, അതിപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട് ഇൻക്ലൂഡ് ചെയ്യുക. രണ്ടാമത്തെ പറഞ്ഞാൽ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്, അത് ഇൻസൈഡ് ലൈക്ക് മെറ്റാ കോഗ്നിഷൻ ആണ്. തേർഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഡാൻസ് സ്ട്രീമിങ് വിത്ത് മൂവ്മെൻറ്റ്. ഡാൻസ് അല്ലാതെ സത്യം പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഡ്രീമിങ് വിത്ത്, അല്ലെങ്കിൽ അതിനെ പറയാം മൂവ്മെൻറ്റ് ഇമാജിനേഷൻ വിത്ത് മ്യൂസിക്. ഓക്കെ, അതാണത്. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്. സ്റ്റേ ട്യൂൺ. ഓക്കെ, ബൈ ഗൈസ്.